നമസ്കാരം, ഇത് IBN മലയാളം. 30 കിലോ ഭാരമുള്ള മരത്തടി റെയിൽവേ ട്രാക്കിൽ കൊണ്ടുവച്ച രണ്ടുപേരെ ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തു. ട്രെയിൻ പാളം തെറ്റിക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. റെയിൽ പാളങ്ങളിൽ നിന്നും ട്രെയിനുകൾക്ക് മാർഗതടസ്സം സൃഷ്ടിക്കുന്ന സാധനങ്ങൾ അടിക്കടി കണ്ടെത്തിയതോടെ ഇന്ത്യയിൽ ട്രെയിൻ ജിഹാദ് നടത്തുന്നതിന് ആസൂത്രിത നീക്കം നടക്കുന്നതായി സംശയമുടരുകയാണ്. ഉത്തർപ്രദേശിലെ ഫറൂഖാബാദിലാണ് ഏതാനും ദിവസം മുൻപ് ട്രെയിൻ പാളം തെറ്റിക്കാനുള്ള സംഭവം നടന്നത്. അതുവഴി കടന്നുവരുന്ന കാസ്ഗഞ്ച് ഫറൂഖാബാദ് പാസഞ്ചർ ട്രെയിനിനെ പാളം തെറ്റിക്കുകയായിരുന്നു ലക്ഷ്യം. ഫട്ടാസയ്ക്കും ഷംസാബാദിനുമിടയിലുള്ള പാളത്തിലാണ് മരത്തടി കൊണ്ടിട്ടത്. എന്നാൽ ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് മരത്തടി കണ്ടതിനെ തുടർന്ന് എമർജൻസി ബ്രേക്ക് പിടിച്ച് വണ്ടി നിർത്തിയതിനാൽ വലിയൊരു അപകടം ഒഴിവായി. കുളിച്ച് ലക്കുകെട്ട 2 യുവാക്കളാണ് മരത്തടി ട്രാക്കിൽ കൊണ്ടുവന്നിട്ടതെന്ന് പോലീസ് സൂപ്രണ്ട് അലോക് പ്രിയദർശിനി പറഞ്ഞു. ഒരു കർഷക നേതാവിന്റെ മകനായ ദിയോ സിംഗിനെയും അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ മോഹൻകുമാറിനെയുമാണ് പോലീസ് പിടികൂടിയത്. ഇവർക്കെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ 327(1) വകുപ്പ് പ്രകാരവും 1989 റെയിൽവേ നിയമത്തിലെ 150 സെക്ഷൻ പ്രകാരവും കേസെടുത്തു. ഇരുവരെയും ജയിലിൽ അയച്ചു. മദ്യലഹരിയിൽ ചെയ്തതാണെന്ന യുവാക്കൾ പോലീസിനോട് സമ്മതിച്ചു. 30 കിലോഗ്രാം ഭാരമുള്ള മരത്തടിക്ക് 1.37 മീറ്റർ നീളവും 20 സെന്റിമീറ്റർ വീതിയുമുണ്ട്. റെയിൽവേയിലെ സീനിയർ സെക്ഷൻ എഞ്ചിനീയറായ സഹീർ അഹമ്മദ് പോലീസ് സ്റ്റേഷനിൽ വിവരം നൽകിയിരുന്നു. സമീപ പ്രദേശത്ത് ഈയിടെ മുറിച്ചുമാറ്റിയ മാവിന്റെ കടയായിരുന്നു ഇതെന്ന് റെയിൽവേ പ്രൊട്ടക്ഷൻ പോലീസും ലോക്കൽ പോലീസും നടത്തിയ അന്വേഷണത്തിൽ തെളിഞ്ഞു. സബർമതി ട്രെയിൻ പാളം തെറ്റിക്കാൻ ഈയിടെ ശ്രമം നടന്നതായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് തന്നെ വെളിപ്പെടുത്തിയിരുന്നു. വാരണാസിക്കും അഹമ്മദാബാദിനുമിടയിൽ പാളത്തിൽ കട്ടികൂടിയ ഒരു വസ്തുവിൽ സബർമതി എക്സ്പ്രസ് ചെന്നിടിക്കുകയായിരുന്നുവെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞതായും അശ്വിനി വൈഷ്ണവ് വെളിപ്പെടുത്തിയിരുന്നു. ട്രെയിനിന്റെ മുൻഭാഗത്തിന് ഇടിയുടെ ആഘാതത്തിൽ കേടുപാടുകൾ സംഭവിച്ചിരുന്നു. ഭാഗ്യത്തിന് ആളപായം സംഭവിച്ചില്ല എന്നു മാത്രം. ഇന്റലിജൻസ് ബ്യൂറോയും UP പോലീസും ഇതിന്റെ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വന്ദേ ഭാരത് ട്രെയിനിനെ പാളം തെറ്റിക്കാനുള്ള ഗൂഢാലോചന രാജസ്ഥാനിലെ പാലിയിൽ നടന്നിരുന്നു. വന്ദേ ഭാരത് ഓടുന്ന ട്രാക്കിൽ നിന്നും പാളം തെറ്റിക്കാൻ ശേഷിയുള്ള വലിയൊരു സിമന്റ് സ്ലാബാണ് കണ്ടെത്തിയത്. വന്ദേ ഭാരതിനെ പാളം തെറ്റിക്കാൻ ശേഷിയുള്ള വലിയ സിമന്റ് സ്ലാബിൽ വന്ദേ ഭാരതിന്റെ എഞ്ചിൻ ഇടിച്ചു നിൽക്കുകയായിരുന്നു. ഏകദേശം 8 മിനിറ്റോളമാണ് മുന്നോട്ട് നീങ്ങാനാകാതെ ഇടിച്ചു നിന്ന ശേഷം ട്രെയിൻ നിന്നത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താനായില്ല. ഇതിനിടെ ഇക്കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ ട്രെയിനുകൾക്ക് നേരെ ആക്രമണം നടത്താൻ കൊടും ഭീകരൻ ഫർഹത്തുള്ള ഖോരി ആഹ്വാനം ചെയ്യുന്നതിന്റെ വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ത്യയിലെ സ്ലീപ്പർ സെല്ലുകളോട് ആഹ്വാനം ചെയ്യുന്ന ഖോരിയുടെ വീഡിയോ പുറത്തു വന്നതോടെ ജാഗരൂകരായി രാജ്യത്തെ രഹസ്യാന്വേഷണ ഏജൻസികൾ. ബംഗളൂരുവിലെ രാമേശ്വരം കഫേ സ്ഫോടനത്തിന് പിന്നിലെ ബുദ്ധി കേന്ദ്രവും ഇയാളാണ്. ഇതോടെയാണ് ട്രെയിൻ ജിഹാദ് ഉണ്ടെന്ന സംശയം ബലപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് IBN മലയാളം.